ആരാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാനുള്ള കർമ്മങ്ങൾ മുടക്കുന്ന മുടക്കികൾ ആരാണ്? മുജാഹിദുകളാണോ നന്മ മുടക്കികൾ? മുജാഹിദുകളാണോ നിസ്കാരം മുടക്കികൾ? മുജാഹിദുകളാണോ ദിക്ർ മുടക്കികൾ? ചോദിച്ചു നോക്കൂ നിങ്ങൾ മുസ്ലിയാക്കന്മാരോട്. അതേ പെണ്ണേ, നീ നിസ്കരിക്കണ്ടെന്ന മറുപടിയല്ലേ അവര് പറയുക? അതേ അവസരത്തിൽ നേതാവായ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിസ്കരിച്ചത് ബുഖാരിയിലില്ലേ, സ്വഹീഹായ ഹദീസിലില്ലേ? അവരല്ലേ നമ്മുടെ നേതാക്കന്മാര്, അവരല്ലേ നമ്മുടെ മാതൃകാ ഉമ്മമാര്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റ് കേട്ടിട്ടുണ്ടാവും. ഇവർക്ക് അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, ദുആർക്കൂല, സലാത്ത് ചെല്ലൂല, മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല, മക്കൾ ബാപ്പാനൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വള്ളിക്കാട്ടിലങ്ങ് അടക്കിയിട്ട് തിരിച്ചുകൊണ്ട് പോരും. ആണോ? അങ്ങനെയാണോ? ബാപ്പക്ക് വേണ്ടി നിസ്കാരം നിർവഹിച്ച് ആ ബാപ്പയുടെ ജനാസ മണ്ണിലേക്ക് ആഴ്ത്തിയിട്ട്, ഉമ്മയുടെ ജനാസ മണ്ണിലേക്ക് ആഴ്ത്തിയിട്ട് മക്കളടക്കം അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ആ നിർദ്ദേശത്തിന്റെ ആശയത്തിന് വിരുദ്ധമാകാത്ത നിലക്കുള്ള ദിക്റുകൾ, ദുആകൾ അവർക്ക് വേണ്ടി നിർവഹിക്കുന്നു. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. അല്ലാഹ് മലക്കുകൾ ചോദിക്കാൻ വരുന്ന നേരമാണ്. റബ്ബാരെന്ന ചോദ്യമുണ്ട്, നബിയാരെന്ന ചോദ്യമുണ്ട്, ദീനെന്തെന്ന ചോദ്യമുണ്ട്. അതേ, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ എന്റെ ഉമ്മാക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്, ഉപ്പാക്ക് തൗഫീക്ക് നൽകണേ, ഈ മയ്യത്തിന് തൗഫീക്ക് നൽകണേ. മുജാഹിദുകൾ അത് ചൊല്ലുന്നില്ലേ? കാരണം എത്രത്തോളം ഒരു സന്നിഗ്ധ ഘട്ടമാണിപ്പോൾ ആ മയ്യത്ത് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതേ, ജനാസ അടക്കിക്കഴിഞ്ഞ് അല്പസമയം താമസമാകുമ്പോഴേക്ക് മലക്കുകൾ വരുന്നു, എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ചോദ്യമുണ്ട്, നിന്റെ റബ്ബാരടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും ചോദ്യമുണ്ട്, ഇയാളെ കുറിച്ച് നിനക്ക് എന്തറിയാം?